ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇന്നൊരു എക്സ്പയറി ഡേ ആണ്, ഹൈലി വോളറ്റൈലായിരിക്കും, കഴിവതും നിങ്ങൾ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അത് കേട്ട അനുസരിച്ച് എത്ര പേർ മാറി നിന്നു എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പോൾ കണ്ടപ്പം മനസ്സിലായത് എല്ലാവരും കൈവച്ചവർക്കൊക്കെ പുള്ളി, കുറച്ച് പേരൊക്കെ പ്രോഫിറ്റ് എടുത്തു. അത് ആ പ്രോഫിറ്റ് കിട്ടിയവരെ ഞാൻ പറയും പൊട്ടൻ്റെ മാവേലാറാണെന്ന് മാത്രമേ ഞാൻ പറയൂ. അല്ലാതെ കൃത്യമായി ഒരു എൻട്രി പോയിൻ്റ് കിട്ടി എൻട്രി എടുത്ത് എത്ര പേര് പ്രോഫിറ്റ് നേടി എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്തിൽ സംശയമുണ്ട്. എങ്കിലും നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായി, അതിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് കിട്ടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, ഇല്ലേ? ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി, മേലോട്ട് പോയി. ഒരു ഫസ്റ്റ് ക്യാൻഡിൽ താഴോട്ട് പോയെങ്കിലും നല്ല ഫുൾ സ്ട്രെങ്തിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, വളരെ ഫുൾ സ്ട്രെങ്തിൽ മാർക്കറ്റ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഇല്ലേ? നല്ല ഫുൾ സ്ട്രെങ്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ഒരു ഡോജി ഉണ്ടായി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അൺസർട്ടനിറ്റി, ഇല്ലേ? അതിനുശേഷം വീണ്ടും നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി, ഇല്ലേ? ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും, ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്തു. ഇത് നോക്കിക്കുക, ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഫോമായി. നിങ്ങൾക്ക് നോക്കിയ ഈ സ്ഥിരമായി ചാർട്ട് കൈകാര്യം ചെയ്യുന്നവർ ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തു. മാർക്കറ്റ് മേളിൽ പോയി, ഇത് ഒരു ഡോജ് വന്നു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വീണ്ടും കിട്ടി, വീണ്ടും ഒരു റീടെസ്റ്റ് വന്ന് മാർക്കറ്റ് മേലോട്ട്, ഇല്ലേ? ആ റീടെസ്റ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി നോക്കിയിരുന്ന് കിട്ടിയില്ല, ഇത്രയും മുകളിൽ റീടെസ്റ്റ് വരത്തില്ലല്ലോ. അപ്പോൾ അടുത്തൊരു സപ്പോർട്ട് ഇവിടെ ഈ സാധനം ഇങ്ങനൊരു തിരിച്ചൊരു റിവേഴ്സൽ വന്നപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇല്ല? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് തിരിച്ചു പോകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഒരു ബിഗിനറിന് പറ്റത്തില്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ ചാർട്ടിൽ കുറേ നാൾ പിന്നെ കണ്ടും ഫോളോ ചെയ്തും ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു ഇതൊരു കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഞാൻ നിങ്ങളെ ഇനി നെക്സ്റ്റ് ഒരു സിനാരിയോ വരുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഞാനിപ്പോൾ ഇവിടെ വരച്ചില്ല, ഇവിടെ വരെ വന്നില്ലെങ്കിലും അടുത്തൊരു റീടെസ്റ്റിനുള്ള സംഗതി ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് നോക്കാമായിരുന്നു, ഇല്ലേ? അല്ലെ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളിത് നോക്കി പഠിച്ചോണം. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ അവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, ഇവിടുന്ന് എന്ത് സംഭവിക്കുന്നു നോക്കി, ഇവിടുന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണമെന്ന് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു, ഇല്ലേ? അപ്പം ഇവിടുന്ന് കിട്ടിയവർക്ക് ഓക്കെ, അല്ല ഈ റിജക്ഷനിൽ ട്രേഡ് എടുത്തവർക്കും ഒരു 23,632, 560, ഒരു 30 ഏകദേശം ഒരു 60 പോയിൻ്റ് ഇവിടെ ഡൗൺ സൈഡ് കിട്ടി, ഇല്ലേ? അപ്പോൾ ഒരു 20 പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് പ്രീമിയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. 10 പോയിൻ്റെങ്കിൽ 10 പോയിൻ്റ് എത്രയെങ്കിലും ആയിക്കോട്ടെ. എനിവേ എന്തെങ്കിലും ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയും ഉണ്ടായില്ല. അതിനുശേഷം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു. ഇന്ന് മുഴുവൻ ഉരുകി തീരുമായിരുന്നു, ഇല്ലേ? അപ്പോൾ ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നു, നിങ്ങൾ കാത്തിരിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. നിങ്ങൾ രാവിലെ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അതുകൊണ്ട് മാറി നിൽക്കുക, നിങ്ങൾ ട്രേഡ് ചെയ്യരുത്, ബിഗിനേഴ്സ് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എത്ര തല്ലിയാലും ഞാൻ നന്നാകത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയാൻ പറ്റും? നോക്കിക്കേ, ഇവിടെ എന്താ നോക്കിക്കേ, എങ്ങോട്ടും മാർക്കറ്റ് പോയില്ല. ഇത് ക്ലിയർ ആയിട്ടൊരു ഓപ്പറേറ്റർ പ്ലേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മുകളിലോട്ടും താഴോട്ടും കൊണ്ട് അവർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിനെ 23,600 കൊണ്ട് ക്ലോസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കൊണ്ട് അവർ മാർക്കറ്റിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 100 പോയിൻ്റ് ഗ്യാപ്പ് മുകളിൽ കൊണ്ട് ഈ മാർക്കറ്റിനെ അവർ ക്ലോസ് ചെയ്തു. അവർ ഇവിടെയാണ് ആഗ്രഹിച്ചത്. അത് ഇത്രയും രാവിലെ വൈകുന്നേരം വരെ ഇവിടെ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ചു. അങ്ങനെ അവർ 23,600 സ്ട്രാഡിലെടുത്തവർക്കെല്ലാം നല്ല വമ്പൻ പ്രോഫിറ്റ് കിട്ടി, അവർ മേടിച്ച് വീട്ടിൽ പോയി. നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് നോക്കിയിരുന്നവർ ആരായി? ശശിയായി.
അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി മന്ത്ലി എക്സ്പയറിയിൽ കഴിവതും നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സ്പയറിയിൽ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചവർക്ക് അത്യാവശ്യം രക്ഷപ്പെടാൻ പറ്റി കാണും. അല്ലാത്തവരോട് എന്ത് പറയാനാ, വിധി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ US മാർക്കറ്റ് ഓടുന്നത് നെഗറ്റീവിലാണ്, 100 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഓടുന്നത്. ഓക്കെ, നാസ്ഡാക്ക് ഏകദേശം ചെറിയൊരു പോസിറ്റീവിലാണ്, 84 പോയിൻറ്റ് പോസിറ്റീവിലും. ഡൗ ജോൺസ് 100 പോയിൻറ്റ് 110 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഓടുന്നത്. അപ്പോൾ ഇനി നാളെ എന്ത് സംഭവിക്കും? ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇത് ഒന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ അല്ലേ. അപ്പോൾ പിന്നെ ഇനിയും ഇത് ഓടാനില്ല. നാളെ ഇനി ഇത് ഗിഫ്റ്റ് നിഫ്റ്റി ഇനി നാളെ വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം നാളെ അല്ലേ പുതിയ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞു. അപ്പം ഇന്ന് ഇവിടെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, നാളെ രാവിലെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കഥ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയും നാളെ നമുക്ക് മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് നോക്കാം. നാളെ നിലവിൽ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് ഉള്ളത്. എന്താണ്? ഒന്ന്, പിന്നെ ഓട്ടോ സെക്ടറിൻ്റെ താരിഫ് അത് ഓൾറെഡി മാർക്കറ്റ് അബ്സോർബ് ചെയ്തു, അല്ലെ അത് ഡൈജസ്റ്റ് ആയി ഓൾറെഡി. ഇനി അടുത്ത സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത April 2 വരുന്ന ട്രംപിൻ്റെ താരിഫ് അതെന്താണെന്നുള്ളതിനെപ്പറ്റി എന്നൊന്ന് ഞാനിത് പറയുന്നതാണ്. അപ്പം ഓൾറെഡി ഇന്ത്യയിലെ അമേരിക്കൻ ഡെലിഗേറ്റ്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, അവർ ട്രേഡ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏതിനൊക്കെ കുറയ്ക്കണം, ഏതിനൊക്കെ കൂട്ടണം. എന്തായാലും ഇത് ആകെ തമ്മി കൂട്ടി വരുമ്പോഴത്തേക്ക് നഷ്ടം ഇന്ത്യക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അത് എത്രത്തോളം മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത മുന്നോട്ടുള്ള പോക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റിനെ ശരിക്കും വാച്ച് ചെയ്യണം. കഴിവതും നിങ്ങൾ April 2 കഴിഞ്ഞ് ട്രേഡ് ചെയ്യാനായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത്. മനസ്സിലായി? April 2 കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത സാമ്പത്തിക വർഷമാണ്, March 31 അവധിയാണ്, അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച മുഴുവൻ അവധിയാണ്. അപ്പം വീഡിയോകളും ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച മൊത്തം ചിലവഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും അതിനു വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളിനി നാളെ നോക്കുക, പറ്റുന്നെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, കയ്യിലുള്ളത് കിട്ടിയത് കൈവച്ചേക്കുക. April 2 ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഒരു ദിവസമോ 2 ദിവസമോ ട്രേഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മളെ ആരും പിടിച്ചുകൊണ്ട് പോകത്തില്ല, നമുക്കാരും കഞ്ഞി തരാതിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റിനെ നോക്കിക്കാണുക. ഓക്കെ, നമ്മളിനി ഒരു പുതിയ തുടക്കമാണ്. April 1 മുതൽ നമ്മളൊരു പുതിയ തുടക്കമാണ്. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് കാര്യങ്ങളെ നിങ്ങൾ മുന്നോട്ട് പഠിക്കാനും പോകാനും ശ്രമിക്കുക. ഓക്കെ, എനിക്കറിയാം ലാഗാണ് എന്ന് മനസ്സിലായി. എങ്കിലും നാളെ മാർക്കറ്റ് ജസ്റ്റ് നോക്കാം. ഒന്നും വരയ്ക്കാനില്ല ഇതിനകത്തിലൊന്നും വരയ്ക്കാനില്ല. മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു മിനിറ്റ്. മാർക്കറ്റ് ഇത് വേണ്ടല്ലോ, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. മാർക്കറ്റ് ഓൾറെഡി ഇവിടെ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഇതിനെ ബ്ലൂ ലൈൻ ആക്കിയാൽ മതി, ഇതിനെ റെഡും ആക്കാം. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങോട്ട്, ബാക്കിയെല്ലാം അത് പഴയ പോലെ തന്നെ നമ്മുടെ ലൈനുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇവനെ ഇങ്ങോട്ട് ഇരിക്കട്ടെ, ബാക്കി ലൈനുകളൊക്കെ കിടപ്പുണ്ട് അവിടെ, ഇത് ഇങ്ങോട്ട്. ഓക്കെ, ഇതിനകത്ത് ബ്രേക്ക് ചെയ്ത് എങ്ങോട്ട് നോക്കിയിട്ട് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇനി അപ്പം ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല, കൂടുതലൊന്നും പറയാനില്ല. ഇന്നലെ വീഡിയോക്ക് ഒത്തിരി നീളം കൂടിപ്പോയി, പക്ഷേ ഇന്ന് നീളം കുറവ്. ഉള്ള കാര്യം ഉള്ള പോലെ വെച്ച് വെറുതെ ആവശ്യമില്ല വലിച്ചു കിട്ടുന്ന കാര്യമില്ലല്ലോ, ഉള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത്? ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ശേഷം ഭയങ്കര ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി. ഇവിടെ ക്ലോസിങ് നോക്കി ഫുൾ ബോഡി ക്യാൻഡിൽ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ളതാണ്. പിന്നെ തിരിച്ച് നേരെ നമ്മൾ പറഞ്ഞ ലൈനിൽ വന്ന് റീടെസ്റ്റ് ചെയ്തു. കണ്ടോ, സെക്കൻഡ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിരുന്നു, നേരെ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് നേരെ മുകളിൽ പോയി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇവിടെ ഒരു ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നല്ല സുന്ദരമായിട്ട് 300 ഒരു 200-250 പോയിൻ്റ് ഇവിടുന്ന് ഇവിടം വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ബുക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയവർ ഭാഗ്യവാന്മാർ, അത്ര മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പം അത് മേടിച്ചോണ്ട് വീട്ടിൽ പോയവർ ഭാഗ്യവാന്മാർ, അല്ലാത്തവരോട് എന്ത് പറയാനാണ്? ഓക്കെ,
ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,575 51,575 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ റേഞ്ചിലാണ്, ഇതിനകത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെയും മാറ്റങ്ങളൊന്നുമില്ല. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റമൊന്നുമില്ല. നമ്മളില്ലാത്ത കാര്യം എന്തിനാണ്? ഇല്ലാത്ത കാര്യം വരച്ചുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇന്ന് നിങ്ങളുടെ പറഞ്ഞ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് എന്ത് പറ്റി, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് എന്ത് പറ്റി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, നല്ല നഷ്ടങ്ങൾ വന്ന് കാണും. ഇനിയിപ്പോൾ എന്താ ചെറിയ പ്രതീക്ഷ? ഇപ്പം കയറും, ഇപ്പം കയറും, ഇപ്പം കയറും, ഇപ്പം വീഴും, ഇപ്പം വീഴും, ഇപ്പം വീഴും. വീണോ ഇല്ല, കയറിയോ ഇല്ല, കയ്യിരുന്ന് കാശ് പോയത് മിച്ചം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കുക. ഇവിടുന്ന് താഴോട്ട് ഒരു ലൈൻ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കി അങ്ങോട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം അടുത്ത ആഴ്ച അപ്പോൾ ഇത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത മിഡ് ക്യാപ്പിനകത്ത് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഇനി വലിയ എന്താണ് അടുത്ത മാസം അടുത്ത പുതിയ സ്ട്രൈക്കല്ലേ, വലിയ പിന്നെ പ്രൈസുകളായിരിക്കും. അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല, പഴയ റേഞ്ച് തന്നെ, ഇതിനകത്ത് തന്നെ മാർക്കറ്റ് കളിക്കുന്നത്. എങ്ങോട്ട് പോകുന്നു അത് തന്നെ നോക്കി ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങോട്ട് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ എവിടെയാണോ പറഞ്ഞത് അവിടെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ നാളെ നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനിയും അടുത്ത ദിവസങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്ന നല്ലത്. നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇനി അവധി ദിവസങ്ങളൊക്കെയാണ് വരുന്നത്. കഴിവതും നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏപ്രിൽ 2 ശേഷം മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏപ്രിൽ 2 ശേഷം എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് വേണം ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഏപ്രിൽ 2 ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അപ്പോഴത്തെ ഒരു ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ട്രേഡുകളെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.